ഷൈൻ ടോം ചാക്കോയുടെ വിഷയത്തിലേക്ക് പോകാം. ഏറ്റവും പുതുതായി വരുന്ന ചില വാർത്തകളിൽ മേലുദ്യോഗസ്ഥരുമായി ആലോചിച്ച് മാത്രമേ ഷൈൻ ടോം ചാക്കോയെ തമിഴ്നാട്ടിൽ പോയി ചോദ്യം ചെയ്യേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്നുള്ള കാര്യം ACP അറിയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അമ്മയുടെ നിലപാട് എന്താണ്, താരസംഘടനയായ അമ്മയുടെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ് എന്നുകൂടി അറിയാം. കടുത്ത നിലപാടിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിൻസിയുടെ പരാതിയിൽ ഷൈൻ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണമെന്ന് അമ്മ ആവശ്യപ്പെട്ടു. വിശദീകരണം ഇല്ലെങ്കിൽ പുറത്താക്കാനാണ് ജനറൽ ബോഡിക്ക് അച്ചടക്ക സമിതി ശുപാർശ നൽകുക എന്ന് അറിയുന്നു. ബീന റാണി ചേരുന്ന വിവരങ്ങളുമായി. ബീന, കടുത്ത നടപടിയാണ് പ്രമുഖനായ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ താരസംഘടനയായ അമ്മ സ്വീകരിക്കാൻ ഒരുങ്ങുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഈ അച്ചടക്ക സമിതിയുടെ ശുപാർശ എന്താണ്? വീണ, ഷൈൻ ടോം ചാക്കോയെ താരസംഘടനയായ അമ്മ പുറത്താക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അഡ്ഹോക് കമ്മിറ്റി ചേർന്ന് കൂടുതൽ നടപടികളിലേക്ക് കടന്നിരുന്നു. പ്രധാനമായും വിനു മോഹൻ, സരയു, അൻസിബ ഹസൻ എന്നിവരടങ്ങിയ ഒരു അച്ചടക്ക സമിതി ഈ വിഷയം പരിശോധിക്കാനായി ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഈ കടുത്ത നിലപാടിലേക്ക് താരസംഘടന നീങ്ങുന്നതിന്റെ സൂചന ലഭിക്കുന്നത്. അതായത് ഈ അച്ചടക്ക സമിതി ഒരു വിശദീകരണം തേടിയിരുന്നു. ഷൈൻ ടോം ചാക്കോയുടെ ഈ വിശദീകരണം തിങ്കളാഴ്ചയ്ക്കുള്ളിൽ നൽകണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിലൊരു വിശദീകരണം നൽകാൻ ഷൈൻ ടോം ചാക്കോ തയ്യാറായില്ലെങ്കിൽ ജനറൽ ബോഡിക്ക് ഈ അച്ചടക്ക സമിതി 3 പേരടങ്ങുന്ന അച്ചടക്ക സമിതി ശുപാർശ നൽകും. തുടർന്ന് ഷൈൻ ടോം ചാക്കോയെ പുറത്താക്കാനുള്ള ഒരു നടപടിയിലേക്ക് കടക്കും. അതായത് ആ ശുപാർശ തന്നെ ഷൈൻ ടോം ചാക്കോയെ പുറത്താക്കണം എന്ന് തന്നെയായിരിക്കും. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ താരസംഘടന ഇക്കാര്യത്തിൽ കടുത്ത നിലപാടുമായി രംഗത്ത് വന്നിരുന്നു. അതായത് സിനിമയിൽ അഭിനയിക്കാൻ എത്തുന്നവരുടെ സ്വഭാവവും മറ്റു കാര്യങ്ങളും കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്ന് അഡ്ഹോക് കമ്മിറ്റിക്ക് ശേഷം വിലയിരുത്തിയിരുന്നു. ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയരുന്നവരെ സിനിമാ സെറ്റുകളിൽ തുടർന്നു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് എന്ന രീതിയിലും കഴിഞ്ഞ ദിവസം താരസംഘടന അമ്മ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വിൻസി ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുകയും ആളുടെ പേര് പുറത്തു വരികയും ചെയ്ത സാഹചര്യത്തിൽ അമ്മയുടെ അംഗമാണെങ്കിൽ അവർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ താരസംഘടന വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ അച്ചടക്ക നടപടി എന്ന പേരിൽ ഷൈൻ ടോം ചാക്കോയെ പുറത്താക്കാൻ താരസംഘടന ഒരുങ്ങുന്നത് എന്ന് വേണം കരുതാൻ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് സിനിമാ സംഘടനകളും എല്ലാം തന്നെ ഈ വിഷയം പരിശോധിക്കുന്നുണ്ട്. ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആയാലും ഫെഫ്കെ ആയാലും ഫിലിം ചേംബർ ആയാലും ഇവർക്കെല്ലാം തന്നെ വിൻസി അലോഷ്യസ് പരാതി നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ മറ്റ് സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തുടരെ വരുന്നതിനാൽ ഇനി ഇക്കാര്യത്തിൽ കടുത്ത നടപടി വേണം എന്ന ഒരു ആവശ്യമാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നത്. സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗം ഇപ്പോഴും വ്യാപകമാണെന്ന് വിൻസിയുടെ പരാതിയിൽ തന്നെ പറഞ്ഞിരുന്നു. ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിക്കുന്നതായി കണ്ടതായി ഒരു സൂചനയും വിൻസിയുടെ പരാമർശത്തിൽ ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് ഇരുഭാഗങ്ങളുടെയും വിശദീകരണം കേട്ട ശേഷമായിരിക്കും ആ താരസംഘടനയായ അമ്മയും മറ്റ് സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടിയിലേക്ക് കടക്കുക. ശരി ബീന, ഇത് മാത്രമല്ല, ഇനിയിപ്പോൾ മന്ത്രിയുമൊക്കെ ഈ വിഷയത്തിൽ കടുത്ത നിലപാടുകൾ ഉണ്ടാകുമെന്നും സിനിമാ മേഖല അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയില്ല എന്നുകൂടി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഈ സിനിമാ സംഘടനകൾക്ക് ഈ വിഷയത്തിന്മേലുള്ള, അതായത് സിനിമാ സെറ്റുകളിൽ ഉണ്ടാകാനിടയുള്ള പരിശോധനകളെ പറ്റി കൂടി ഒരു പ്രതികരണം ഉണ്ടാകും എന്ന് കരുതുന്നു.